ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. കുറച്ചധികം ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൻ വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് അമൃത സുരേഷ്. ബാലയും അമൃതയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് രൂക്ഷമായ വിമർശനങ്ങൾ അമൃത സുരേഷിനെ തേടിയെത്തിയത്. എല്ലാത്തിനും ഒടുവിൽ നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ എന്ന ചോദ്യവുമായിട്ട് തന്റെ ചേച്ചി അമൃത സുരേഷ് ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. കാർഡിയാക് വിഭാഗത്തിലേക്കാണ് അമൃത സുരേഷിനെ കിടത്തിക്കൊണ്ട് പ്രവേശിപ്പിച്ചത്. ആശുപത്രി ബെഡിൽ കിടത്തിക്കൊണ്ട് കാർഡിയാക് വിഭാഗത്തിലേക്ക് അമൃത സുരേഷിനെ പ്രവേശിപ്പിക്കുന്ന ചിത്രങ്ങളാണ് അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. എന്നാൽ നേരം വെളുക്കും മുമ്പ് തന്നെ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് ചേച്ചിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ആക്കി. തന്റെ ചേച്ചിയുടെ പേര് ചൊല്ലി ഇനി വാർത്തകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ചേച്ചിയുടെ ചിത്രങ്ങൾ ഡിലീറ്റ് ആക്കിയത്. എന്നിരുന്നാലും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അമൃത സുരേഷ് കാർഡിയാക് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി. ഇതിന് പിന്നാലെ നിരവധി പേരാണ് അമൃത സുരേഷിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ അമൃത സുരേഷിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു അമൃത സുരേഷിന് ഇരയാകേണ്ടി വന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാല തന്റെ മകൾ പാപ്പുവിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. എന്നാൽ തനിക്ക് തന്റെ അച്ഛനെ കാണാൻ താല്പര്യമില്ല എന്നും അച്ഛൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുമായിരുന്നു മകൾ പാപ്പുവിന്റെ വാക്കുകൾ. ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത്. അമ്മ അമൃത സുരേഷ് മകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതായിരിക്കാം. മകൾ അച്ഛനെ ഒരുപാട് വെറുക്കുന്നു, ഇതിനെല്ലാം കാരണം അമൃത തന്നെയായിരിക്കും എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്ന വിമർശനങ്ങൾ. എല്ലാത്തിനും ഒടുവിൽ തന്നെയും കുടുംബത്തെയും ഇനിയെങ്കിലും ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമൃത സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് സൈബർ ആക്രമണങ്ങൾ കൊണ്ട് ജീവൻ ഒടുക്കുന്നത്. ചിലപ്പോൾ അമൃത സുരേഷിനും സൈബർ ആക്രമണങ്ങൾ താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ചിലപ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതകൾ കാരണമായിരിക്കും അമൃത സുരേഷ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത്.